നമ്മളടുത്ത് നോക്കാൻ പോകുന്നത് ഹയർ പർച്ചേസ് അക്കൗണ്ട്സ് 2 ആണ്. ഓക്കെ, അപ്പം ഇതിനെ നമ്മൾ നോക്കാൻ പോകുന്നത് ആഫ്റ്റർ ഹയർ പർച്ചേസ് വരുന്ന ചില കോൺസിക്വൻസസ് നമ്മൾ എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്, അതിൻ്റെ അക്കൗണ്ട്സ് എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ്. ഓക്കെ, നോക്കി ഡിഫോൾട്ട് ആൻഡ് റീപൊസിഷൻ. ഡിഫോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹയർ പർച്ചേസിൽ നമ്മൾ എൻട്രി ചെയ്ത് എഗ്രിമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ നേരത്തെ കൂട്ടി ആ എഗ്രിമെൻറ്റിൽ പറയുന്ന നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് നമ്മൾ ഇൻ എ പെർട്ടിക്കുലർ ടൈം പീരീഡ് വെച്ചിട്ട് നമ്മൾ അടച്ചിരിക്കണം. ഇൻ കേസ് ഇഫ് യു ഫെയിൽ ടു ഡു സോ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ അടയ്ക്കാതിരിക്കുകയാണെങ്കിൽ എന്താ അതിന് നമ്മൾ പറയും ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ, ഇൻസ്റ്റാൾമെൻറ്റിനെ നമ്മൾ ഡിഫോൾട്ട് വരുത്തുകയാണെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഓണർക്ക്, അതായത് നമുക്ക് ഹയർ തന്ന ആ ഒരു പ്രോപ്പർട്ടിയുടെ യഥാർത്ഥ ഓണർ ഉണ്ടല്ലോ, ഹി ക്യാൻ ടേക്ക് ബാക്ക് അവർ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് പ്രോഡക്റ്റോ അല്ലെങ്കിൽ എന്ത് ഗുഡ്സോ അല്ലെങ്കിൽ എന്ത് പ്രോപ്പർട്ടിയാണോ നമ്മൾ അയാളുടെ നിന്ന് വാങ്ങിച്ചത് അയാൾക്കത് എന്ത് ചെയ്യാം, അയാൾക്കത് തിരിച്ചെടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ റീപൊസിഷൻ എന്ന് പറയുന്നത്. Okay, default in failure to act, appear or pay, failure to meet obligation. Under the hire purchase agreement, a hirer has obligation to pay up to the last installment so that the ownership of goods smoothly passes to him. If he fails to meet this obligation, it will be treated as a default on his part. അപ്പം അയാൾക്കത് സ്വന്തമായിട്ട് ആ ഒരു പ്രോപ്പർട്ടി അയാൾക്ക് കിട്ടണമെങ്കിൽ അയാൾ പറഞ്ഞിട്ടുള്ള എല്ലാ ഇൻസ്റ്റാൾമെൻറ്റ്സും അയാൾ അടച്ചിരിക്കണം. അപ്പോൾ അയാൾ ഇൻസ്റ്റാൾമെൻറ്റ് ഏതെങ്കിലും ഫെയിലിയർ ആക്കുകയാണെങ്കിൽ അയാൾക്ക് എന്താണ്, അത് ഡിഫോൾട്ടായിട്ടും കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെ ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു ഗുഡ്സ് ഓണർക്ക് തിരിച്ചു ചെല്ലുകയും ചെയ്യും. പൊസഷൻ ഓഫ് ഗുഡ്സ് മീൻസ് ഫിസിക്കൽ ഹോൾഡിംഗ് ഓഫ് ഗുഡ്സ്. ഫിസിക്കലി ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഗുഡ് ഹോൾഡ് ചെയ്യുന്ന ആ ഒരു ഇതിനാണ് നമ്മൾ പൊസഷൻ എന്ന് പറയുന്നത്. You know that under hire purchase agreement, the vendor simply transfers the possession of goods. He does not transfer the ownership. അപ്പം ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ വെൻഡർ എന്ന് വെച്ചാൽ ഓണറാണ് കേട്ടോ. ആ ഓണർ സിംപ്ലി പൊസഷൻ ഓഫ് ഗുഡ്സ് മാത്രമേ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ, ഒരിക്കലും ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യും വെൻ വി കംപ്ലീറ്റ് ഓൾ ദ ഇൻസ്റ്റാൾമെൻറ്റ്സ്. ആ എല്ലാ ഇൻസ്റ്റാൾമെൻറ്റ്സും അടച്ചു കഴിഞ്ഞിട്ട് എല്ലാ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താണ് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ ഓണർഷിപ്പ് കിട്ടത്തുള്ളൂ. ആ ഇൻസ്റ്റാൾമെൻറ്റ് നടക്കുന്ന സമയത്തൊക്കെ അതിന് മുന്നേ വരെ, അതായത് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ച് തീരാത്തിടത്തോളം കാലം അതിൻ്റെ ഓണർഷിപ്പ് നമ്മുടെ കയ്യിലല്ല, ഓൺലി പൊസഷൻ ആ ഒരു പ്രോപ്പർട്ടിയുടെ പൊസഷൻ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ഓക്കെ ആണോ? He does not transfer the ownership, and if the hirer fails to pay even the last installment, the vendor has the legal right to recover the possession of the goods. അപ്പം അതായത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഇഫ് the hirer fails to pay even the last ഇൻസ്റ്റാൾമെൻ്റ് ആണ് അയാൾ ഫെയിലാക്കിയത് എങ്കിൽ കൂടിയും the vendor has the legal right to recover the possession of goods. അതായത് അയാൾക്ക് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് മാത്രമാണ് അടയ്ക്കാനുള്ളത് എങ്കിൽ കൂടിയും അയാൾക്ക് എന്ത് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, ആ ഒരു പ്രോപ്പർട്ടി പൊസഷൻ ഓഫ് ഗുഡ്സ് തിരിച്ചെടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ ആണോ? അത്രയാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് നോക്കാം റൈറ്റ്സ് ഓഫ് ഹയർ വെൻഡർ. ഓണറാണ് കേട്ടോ, ഹയർ വെൻഡർ എന്ന് പറയുന്ന ഓണറാണ്. റൈറ്റ്സ് ഓഫ് ഹയർ വെൻഡർ ടു ടെർമിനേറ്റ് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്. ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് ടെർമിനേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കാണ്? ഹയർ വെൻഡർക്കാണ്. വേർ ദ ഹയറർ മേക്സ് മോർ ദാൻ വൺ ഡിഫോൾട്ട് ഇൻ പേയ്മെൻറ്റ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് ആസ് പ്രൊവൈഡഡ് ഇൻ ദ എഗ്രിമെൻറ്റ്, the hire vendor shall be entitled to terminate the agreement by giving the notice of termination in writing. ആ മറ്റേ ഹയറർ, അതായത് നമ്മുടെ നിന്ന് ഗുഡ്സ് പർച്ചേസ് ഹയറിന് വാങ്ങിച്ചുകൊണ്ട് പോയ അയാൾ എന്താ മോർ ദാൻ വൺ ഡിഫോൾട്ട് ഇൻസ്റ്റാൾമെൻറ്റ്സിൽ ഒന്നിൽ കൂടുതൽ തവണ ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, ഹയർ വെൻഡർക്ക് എന്ത് ചെയ്യാം, ആ എഗ്രിമെൻറ്റ് ടെർമിനേറ്റ് ചെയ്യാം. ദെൻ റൈറ്റ്സ് ഓഫ് ദി ഹയർ വെൻഡർ ഓൺ ടെർമിനേഷൻ. വേർ ഹയർ purchase agreement is terminated, the higher vendor, അതായത് ഓണർ, ഷാൽ ബി എൻറ്റൈറ്റിൽഡ്. ഓണർക്കുള്ള റൈറ്റ്സ് എന്തൊക്കെയാണ്? ടു എൻ്റർ ദ പ്രിമിസസ് ഓഫ് ദി ഹയറർ ആൻഡ് സീസ് ദ ഗുഡ്സ്. ആ നമ്മുടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയ ആ വ്യക്തി ഉണ്ടല്ലോ, ഹയറർ, അയാളുടെ പ്രിമിസ് അല്ലെങ്കിൽ അയാളുടെ ആ ഒരു പ്ലേസിൽ ചെല്ലാനും ഓണർ ഹയറിന് കൊടുത്ത ആ ഒരു പ്രോപ്പർട്ടി പിടിച്ചെടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. സെക്കൻഡ്, ടു റീറ്റെയിൻ ദ ഹയർ ചാർജ് ഓൾറെഡി പെയ്ഡ് and to recover the arrears of higher charges due. അതായത്
നമ്മൾ എന്തെങ്കിലും ഹയർ ചാർജസ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് എന്താണ് ഹയർ ചാർജസ് റീറ്റെയിൻ ചെയ്യാനും, അതായത് നമ്മൾ ഹയർ ചാർജസ് എന്ന് വെച്ചാൽ അയാൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തരുന്ന എമൗണ്ട് അല്ലേ, അത് റിട്ടേൺ ചെയ്യാനും ഓൾറെഡി പെയ്ഡ് അത് റിട്ടേൺ ചെയ്യാനും അതുപോലെ തന്നെ ബാക്കിയുള്ള അരിയസ് തിരിച്ചെടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ദെൻ ടു ക്ലെയിം ഡാമേജ് ഫോർ നോൺ ഡെലിവറി ഓഫ് ഗുഡ്സ്. ഇൻ കേസ് അയാൾക്ക് ഡെലിവറി ഓഫ് ഗുഡ്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, അത് ക്ലെയിം, അതായത് അത് അയാളുടെ പേരിലത് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഡാമേജിന് വേണ്ടി അയാൾക്കത് ക്ലെയിം ചെയ്യാവുന്നതാണ്. ദെൻ റെസ്ട്രിക്ഷൻസ് ഓഫ് ദി ബയ്യറുടെ ചില റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബയ്യർ അല്ല, ഓണറുടെ റെസ്ട്രിക്ഷൻസ്. റൈറ്റ്സ് ഓഫ് ഹയറർ ഇൻ കേസ് ഓഫ് സീഷർ ഓഫ് ഗുഡ്സ് ബൈ ദി ഓണർ. അതായത് ഇവിടെ ഹയറുടെ ചില റൈറ്റ്സ് ആണ് നോക്കുന്നത്. വേർ ദ ഓണർ സീസസ് ദ ഗുഡ്സ് ലെൻഡ് അണ്ടർ ദ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്. അതായത് ഓണർ നമ്മൾ ഹയർ പർച്ചേസിന് കൊടുത്ത ആ ഒരു ഗുഡ്സ് പിടിച്ചെടുക്കാൻ വരുന്ന സമയത്ത് ദി ഹയറർ മേ റിക്കവർ ഫ്രം ദ ഓണർ ദ എമൗണ്ട് ഇഫ് എനി ബൈ വിച്ച് ദ ഹയർ പർച്ചേസ് പ്രൈസ് ഫോൾ ഷോർട്ട് ഓഫ് ദി അഗ്രിഗേറ്റ് ഓഫ് 2 months. അതായത് മിനിമം 2 മാസത്തെ ഷോർട്ട് ഫോൾ ആണ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് കിട്ടാനുള്ള ഓണറുടെ കയ്യിൽ നിന്ന് തിരിച്ചു കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. ദി എമൗണ്ട് പെയ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് ദി ഹയർ പർച്ചേസ് പ്രൈസ് അപ് ടു ദ ഡേറ്റ് ഓഫ് സീഷർ. പിടിച്ചെടുക്കുന്ന ദിവസം വരെയുള്ള ഹയർ പർച്ചേസിൻ്റെ ആ ഒരു പ്രൈസ് ഉണ്ടല്ലോ, അത് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. ആൻഡ് ദ വാല്യൂ ഓഫ് ഗുഡ്സ് ഓൺ ദി ഡേറ്റ് ഓഫ് സീഷർ. പിടിച്ചെടുക്കുന്ന സമയത്ത് ആ വാല്യൂ ഓഫ് ഗുഡ്സ്. ഇതെല്ലാ സമയത്ത് ഈ കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആവണമെന്നില്ല കേട്ടോ. ഇത് ചില സമയത്ത് ഇത് എന്താണ് റൈറ്റ് ആയിട്ടും ചില സമയത്ത് ഇത് റെസ്ട്രിക്ഷൻ ആയിട്ടും മാറാം. വായിക്കുമ്പോൾ ഇച്ചിരി കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നും. Then restrictions on owner's right to possess. Where goods have been let under a hire purchase agreement and the statutory amount of the hire purchase price has been paid. അതായത് ഹയർ പർച്ചേസ് സിസ്റ്റത്തിലൂടെ നമ്മൾ ഒരു എഗ്രിമെൻ്റ് എഴുതി നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി എമൗണ്ടും കൊടുത്തു, ആ ഹയർ പർച്ചേസ് പ്രൈസും കൊടുത്തു. ദ ഓണർ ഷാൽ നോട്ട് എൻഫോഴ്സ് എനി റൈറ്റ് ടു റിക്കവർ പൊസഷൻ ഓഫ് ദി ഗുഡ്സ് ഫ്രം ദ ഹയറർ അതർവൈസ് ദാൻ ബൈ വെർഡിക്റ്റ് ഓഫ് എനി കോമ്പീറ്റൻറ്റ് കോർട്ട്. അതായത് എല്ലാ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി പേയ്മെൻറ്റും കൊടുത്തു, ഇൻസ്റ്റാൾമെൻറ്റും കൊടുത്തും സകലതും അടച്ചു കഴിഞ്ഞതിന് ശേഷം എന്താണ് നമുക്ക് ഒരിക്കലും പിന്നെ ഓണർക്ക് എന്ത് ചെയ്യും, പിന്നെ ആ ഒരു ഗുഡ്സിൻ്റെ പൊസിഷൻ കിട്ടത്തില്ല. അത് പിന്നെ ആർക്കാണ്, ആ ഹയർ ചെയ്ത ആ ഒരു വ്യക്തിക്കാണ്. ഒരിക്കലും ഓണർക്ക് പിന്നെ അതിനകത്ത് റൈറ്റ്സ് ഒന്നും കാണത്തില്ല. ഓക്കെ, അപ്പം അക്കൗണ്ടിങ് ഈ ഡിഫോൾട്ട് ആൻഡ് റീപൊസിഷനകത്ത് 2 കേസുകൾ വരുന്നുണ്ട്. ഒന്ന് കംപ്ലീറ്റ് റീപൊസിഷനും 2 പാർഷ്യൽ റീപൊസിഷനും. ഇത് കംപ്ലീറ്റ് റീപൊസിഷനാണ്. കംപ്ലീറ്റ് റീപൊസിഷൻ എന്ന് വെച്ചാൽ ഒരാൾ നമ്മൾ ഹയറിന് നമ്മൾ എഗ്രിമെൻറ്റ് ചെയ്തു, നമ്മളൊരു ഗുഡ്സ് നമ്മൾ ഹയറിന് കൊടുത്തു. പക്ഷേ അയാൾ ചില ഇൻസ്റ്റാൾമെൻറ്റ് ഫെയിൽ ആക്കിയത് കൊണ്ട് നമ്മൾ മൊത്തത്തോടെ ആ ഗുഡ്സ് കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളിങ്ങനെ തിരിച്ചെടുക്കുകയാണ്. അതിനാണ് നമ്മൾ കംപ്ലീറ്റ് റീപൊസിഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ജേണൽ എൻട്രീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. For closing the accounts of the purchaser, goods repossessed account debited to hire purchase. Then for repairs and other expenses ആണെങ്കിൽ goods repossessed account debited to cash. Then for resale of goods repossessed, നമ്മൾ സെയിൽ ആ ഒരു പിടിച്ചെടുത്ത ഗുഡ്സ് നമ്മൾ സെയിൽ നടത്തുകയാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് debited to goods repossessed account. Then any balance left in goods repossessed account is either profit or loss which is ultimately transferred to profit or loss. നമ്മൾ പിടിച്ചെടുത്ത ഗുഡ്സ് നമ്മൾ സെയിൽ എന്തെങ്കിലും ചെയ്തതിന് ശേഷം കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസോ രണ്ടായാലും നമ്മളത് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ജേണൽ എൻട്രി ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണെങ്കിൽ ആ ഒരു എൻട്രി തിരിച്ചു വരികയും ചെയ്യും. ഇനി ഇൻ ദ ബുക്സ് ഓഫ് ദി ഹയറുടെ ഇൻ ദി ബുക്സ് ഓഫ് ഹയർ പർച്ചേസർ, അത് ആരാണോ നമ്മുടെ ഇന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകുന്നത് ആ വ്യക്തിയുടെ അക്കൗണ്ടിലെ ജേണൽ എൻട്രീസ് ആണ് പറയുന്നത്. ഫോർ ക്ലോസിംഗ് ദി അക്കൗണ്ട്സ് ഓഫ് ദി വെൻഡർ, അതായത് വെൻഡറുടെ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നതിന് ഹയർ വെൻഡർ അക്കൗണ്ട് ഡെബിറ്റഡ് ടു അസറ്റ്. ദെൻ ഫോർ ക്ലോസിംഗ് ദി അസറ്റ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു അസറ്റ്. ഇത്രയാണ്. നമുക്കൊരു ഇലിസ്ട്രേഷൻ നോക്കാം. ഓൺ January 1, 2017, ABC Limited sold some plant and machinery costing 28,000 to XY Limited, XYZ Limited. അതായത് ABC Limited ആർക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറി വിൽക്കുന്നു, XYZന് വിൽക്കുന്നു. ഇവിടെ ABC Limited എന്ന് പറയുന്നത് ഓണറാണ്, XYZ Limited എന്ന് പറയുന്നത് വെൻഡറാണ്. ഓക്കെ, പേയ്മെൻറ്റ് വാസ് ടു ബി മെയ്ഡ് ₹7,500 ക്യാഷ് ഡൗൺ ആൻഡ് 3 installment of 7,500 അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് ഇയർ. ആ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് 7,500 കൊടുത്തു. ബാലൻസ്
3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 7,500 വീതം 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് എല്ലാ വർഷവും അടിച്ചു തീർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വാസ് 5% ആൻഡ് ദ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഫോർ ദി അസറ്റ് വാസ് 10%. ഇൻട്രസ്റ്റ് 5, depreciation 10. XYZ Limited made the down payment and paid the first installment. അവർ XYZ Limited അവർ ആദ്യത്തെ ഡൗൺ പേയ്മെൻറ്റും കൊടുത്തു, ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തു. ഡൗൺ പേയ്മെൻറ്റ് എത്രയായിരുന്നു? 7,500. ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് എത്ര? അതും 7,500 തന്നെയാണ്. അത് രണ്ടും അവർ കൊടുത്തിട്ടുണ്ട്. ബട്ട് ദേ കുഡ് നോട്ട് പേ ദ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്. പക്ഷേ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കാൻ പറ്റിയില്ല. സബ്സീക്വൻ്റ്ലി ABC Limited റീപൊസസ്ഡ് ദ ഗുഡ്സ്. ABC Limited എന്ത് ചെയ്തു? അവരുടെ ഗുഡ്സ് വന്ന് തിരിച്ച് പിടിച്ചെടുത്തുകൊണ്ട് പോയി. ABC Limited സ്പെൻഡ് 300 ഓൺ റിപ്പയർസ്. അപ്പം തിരിച്ചെടുത്ത ഗുഡ്സിന് ചില റിപ്പയറിങ് ഒക്കെ വേണ്ടി വന്നു. അപ്പോൾ ABC Limited തന്നെ അതെന്ത് ചെയ്തത്? ആ റിപ്പയർസിൻ്റെ എമൗണ്ട് സ്പെൻഡ് ചെയ്തു. 300 rupees ആയിട്ടുണ്ട്. ആൻഡ് ഡിസ്പോസ്ഡ് ഓഫ് ദി അസറ്റ് ₹15,350. ആ അസറ്റ് എന്ത് ചെയ്തു? ഡിസ്പോസ് ചെയ്തെന്ന് വെച്ചാൽ വിറ്റ് അത് കാശാക്കി. എത്ര രൂപയ്ക്ക്? 15,350. ഓപ്പൺ ലെഡ്ജർ അക്കൗണ്ട്സ് ഇൻ ദ ബുക്സ് ഓഫ് ബോത്ത് പാർട്ടീസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും അക്കൗണ്ട്സിൻ്റെ ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും ലാസ്റ്റ് തൊട്ടാണ്, എന്നാലേ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ബുക്സ് ഓഫ് ABC Limited തൊട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ABC Limited എഴുതുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ABC Limited ആണ് ഇത് എഴുതുന്നത്. അപ്പോൾ ABC Limited ആരുടെ ബുക്കായിരിക്കും എഴുതുന്നത്? ABC Limitedൻ്റെ തന്നെ എഴുതുമോ? ഇല്ല, XYZൻ്റെ. അവരുടെ ആരിൽ നിന്നാണോ നമ്മൾ പർച്ചേസ് ചെയ്ത് അവരുടെ ആയിരിക്കും. അപ്പം ബുക്സ് ഓഫ് ABC Limited ആരുടെ അക്കൗണ്ടാണ് നമ്മൾ എഴുതുന്നത്? XYZ Limitedൻ്റെ അക്കൗണ്ട് ആണല്ലോ. അപ്പോൾ അവിടെ നോക്കിക്കേ, അപ്പോൾ ABC Limited ആരുടെ അടുത്തു നിന്നാണ് ഇത് വാങ്ങിച്ചത്? XY Limited അടുത്തു നിന്നല്ലേ. അതായത് നോക്കിക്കേ, ഓൺ 1st January 2017 ABC Limited സോൾഡ്. അതായത് ABC Limited വിറ്റു, സോൾഡ് ആണ്. അപ്പോൾ ABC Limited ഓണേഴ്സ് ആണ് അല്ലേ. അപ്പോൾ അവർ ആർക്കാണ് ഇത് വിറ്റത്? XYZ Limited. അപ്പോൾ നോക്കിക്കേ, സെയിൽസ് അല്ലേ നടന്നത്? സോൾഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി സെല്ല് ചെയ്യുമല്ലേ ചെയ്തത്. അപ്പം 2017 January 1st ടു സെയിൽസ് അക്കൗണ്ട് എത്ര രൂപയായിരുന്നു അതിൻ്റെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടേത്? 28,000 ആണ്. സോ XYZ Limited അക്കൗണ്ട് ഡെബിറ്റഡ് ടു സെയിൽസ് 28,000. അതുകൂടാതെ അവർക്ക് എന്താ ഡൗൺ പേയ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ അതാ നോക്കി ഇപ്പോഴത്തെ ക്രെഡിറ്റ് സൈഡിൽ 2017 January 1 ബൈ ക്യാഷ്. അത് ഡൗൺ ബ്രാക്കറ്റിലൊന്ന് കാണിച്ചേക്കണേ. ഡൗൺ പേയ്മെൻറ്റ് 7,500 ബൈ ക്യാഷ്. അതിൻ്റെ ബ്രാക്കറ്റിൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അതും 7,500 ആണ്. ദെൻ ഡെബിറ്റ് സൈഡിൽ നമ്മൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാൻ പോകണം. ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നതെന്ന് പറയുമ്പം ടോട്ടൽ 28,000 അല്ലേ. 28,000-ൽ നിന്ന് ആദ്യത്തെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ് നമ്മൾ കൊടുത്തത്? 7,500 അല്ലേ. അത് 7,500 പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് 20,500 ആണ്. അതിൻ്റെ 5% ആണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ആ ബ്രാക്കറ്റ് ടു ഇൻട്രസ്റ്റ് എന്നുള്ളതിൻ്റെ ബ്രാക്കറ്റ് കാണിച്ചേക്കണം. 28,000 മൈനസ് 7,500. എന്നിട്ട് ആ എമൗണ്ടിൻ്റെ 5% വേണം ഇൻട്രസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ. അത് നമുക്ക് 1,025 കിട്ടും. ദെൻ രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുക. ബാലൻസ് ക്യാരി ഡൗൺ 14,225 ആണ്. ആ ക്യാരി ഡൗൺ ചെയ്ത എമൗണ്ട് നെക്സ്റ്റ് ഇയറിൽ അത് ബ്രോ ഡൗൺ ചെയ്യുന്നു. 2018 January 1st ബാലൻസ് ബ്രോ ഡൗൺ 14,025. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ ആ 14,025-ന് നമ്മൾ എന്തെടുക്കുകയാണ്? ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യണം. അപ്പോൾ ഓർക്കണം, ഈ സെക്കൻഡ് ഇയർ തൊട്ടിട്ട് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ കൊടുത്തിട്ടില്ല. ഓക്കെ, ഇൻട്രസ്റ്റ് മാത്രമേ ഇപ്പോൾ ചെല്ലുന്നുള്ളൂ. അപ്പോൾ 14,025 ഇൻറ്റു 5% ഇൻട്രസ്റ്റ് വരുമ്പോൾ 701 വരും. കണ്ടോ, 701. ഇപ്പുറത്ത് നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് ഒന്നും വരത്തില്ല. ഡെബിറ്റിൽ ഇൻട്രസ്റ്റ് മാത്രം വരും. 701 ആണ് ഇൻട്രസ്റ്റ് എമൗണ്ട്. അപ്പോൾ അത് രണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ബൈ ഗുഡ്സ് റീപൊസസ്ഡ് അക്കൗണ്ടിലേക്ക് 14,726 ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് വരും. ഓക്കെ ആണോ? ഇനി നമുക്ക് നെക്സ്റ്റ് ആരുടെ അക്കൗണ്ടാണ്? ABC Limitedൻ്റെ അക്കൗണ്ട് നോക്കാം. ABC Limitedൻ്റെ അക്കൗണ്ട്. ABC Limited ഓണേഴ്സ് ആണ്. അപ്പോൾ ഇതാ നോക്കിക്കേ, ഓണേഴ്സിന് പ്ലാന്റ് ആൻഡ് മെഷീനറി വിൽക്കുമ്പോൾ അവർക്ക് ക്യാഷ് കിട്ടും. അപ്പോൾ ABC Limited അക്കൗണ്ട് ഡെബിറ്റഡ് 2017 January 1st ടു ക്യാഷ്. ഡൗൺ പേയ്മെൻറ്റ് എത്ര കിട്ടി? 7,500. ദെൻ ആ വർഷം ലാസ്റ്റിൽ
ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടി ടു ക്യാഷ് 7,500. ഓക്കെ ആണല്ലോ. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ അവരുടെ പ്ലാന്റ് ആൻഡ് മെഷീൻ എത്ര രൂപയുടെ പോയിട്ടുണ്ട്? 28,000 പോയിട്ടുണ്ട്. ദെൻ ബൈ ഇൻട്രസ്റ്റ് എത്ര അപ്പുറത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊട്ട് മേളത്തെ അക്കൗണ്ടിൽ 1,125. അത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്യാരി ഡൗൺ എമൗണ്ട് ആയിട്ട് 14,025 കിട്ടും. ക്യാരി ഡൗൺ അത് ബ്രോ ഡൗൺ ചെയ്യുന്നു ഇപ്പുറത്തെ സൈഡിലേക്ക് 14,250. ഓക്കെ ആണോ? ദെൻ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഇൻട്രസ്റ്റ്, ഈ സൈഡിൽ ഇൻട്രസ്റ്റ് നമ്മൾ പേ ചെയ്യണം. നമുക്ക് തൊട്ട് മേളത്തെ അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ബൈ ഇൻട്രസ്റ്റ് 701. ഇപ്പുറത്തെ സൈഡിൽ ഒന്നും തന്നെ ഇല്ല, കാരണം ക്യാഷ് പേയ്മെൻറ്റും ഡൗൺ പേയ്മെൻറ്റും ഒന്നുമില്ല, ഡെബിറ്റ് സൈഡിൽ ഒന്നുമില്ല. ടു പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ടു ഡിഫോൾട്ടായിട്ട് അത് എത്ര രൂപ നമുക്ക് ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ട്? 14,726. സിമ്പിളായിട്ടത് ടോട്ടൽ ചെയ്ത് എടുത്താൽ മതി. ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ ആണ് ബുക്സ് ഓഫ് XYZ ലിമിറ്റഡ്. XYZൻ്റെ നോക്കിക്കേ, ഇവർ വെൻഡർ കമ്പനിയാണ്, വെൻഡർ അല്ല, ഹയർ പർച്ചേസർ കമ്പനിയാണ്. അവരുടെ മെഷീനറി അക്കൗണ്ട് എഴുതുമ്പോൾ നോക്കിക്കേ, 2017 January 1 ടു ബാങ്ക് ലിമിറ്റഡ്. എത്ര രൂപയ്ക്കാണ് നമ്മൾ ആ മെഷീനറി വാങ്ങിച്ചത്? മെഷീനറി അല്ല, പ്ലാന്റ് ആൻഡ് മെഷീനറി 28,000. ഓക്കെ. ഡിപ്രീസിയേഷൻ, ഇത് മെഷീനറി അക്കൗണ്ട് അല്ലേ, അപ്പോൾ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. 2017 December 31 ബൈ ഡിപ്രീസിയേഷൻ ഈ 28,000 10% 2,800. അത് മാത്രമേ വരത്തുള്ളൂ. രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുന്നു. ക്യാരി ഡൗൺ എമൗണ്ട് 25,200. നെക്സ്റ്റ് ഇയറിലേക്ക് അത് ബ്രോ ഡൗൺ ചെയ്യുന്നു 2018 January 1 ടു ബാലൻസ് ബ്രോ ഡൗൺ 25,200. ഇനി ആ 25,200-ന് 10% നമ്മൾ ഡിപ്രീസിയേഷൻ കാണണം. ബൈ ഡിപ്രീസിയേഷൻ 10% ഓൺ 25,200 എമൗണ്ട് 2,520. ഓക്കെ ആണല്ലോ. ദെൻ ബൈ ABC ലിമിറ്റഡ്, അതിൻ്റെ ആ എമൗണ്ട് താഴെ നമ്മൾ താഴെ എല്ലാം മുകളിൽ താഴെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ടു പ്ലാന്റ് ആൻഡ് മെഷീനറി കണ്ടോ, ഈ ഡെബിറ്റ് സൈഡിലായിട്ട് ടു പ്ലാന്റ് ആൻഡ് മെഷീനറി 14,726. അതിങ്ങോട്ടേക്ക് മാറ്റുക. ബൈ ABC ലിമിറ്റഡ് 14,726. അത്രയേ ഉള്ളൂ. രണ്ട് സൈഡും ബാലൻസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. എമൗണ്ട് 7,954. 7,554. ഓക്കെ. ദെൻ ലാസ്റ്റ് ഗുഡ്സ് റീപർസിസ്റ്റ് അക്കൗണ്ട് ആണ്. ഗുഡ്സ് റീപർസിസ്റ്റ് അക്കൗണ്ട്, അതിനകത്ത് നോക്കിക്കേ, ആദ്യമേ 2018 December 31 അത് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതാ നോക്കിക്കേ, ഗുഡ്സ് റീപർസിസ്റ്റ് അക്കൗണ്ട്, അതായത് ഇവിടെ കണ്ടോ, XYZൻ്റെ ലിമിറ്റഡ് അക്കൗണ്ട് ബൈ ഗുഡ്സ് റീപർസിസ്റ്റ് 14,726. അതിങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ഡെബിറ്റ് സൈഡിലേക്ക് ടു XYZ ലിമിറ്റഡ് അക്കൗണ്ട് 14,726. ഇനി നമുക്ക് റിപ്പയർസ് ആയല്ലോ അല്ലേ, അതിൻ്റെ എൻട്രി ഒക്കെ നമ്മൾ തുടക്കത്തിൽ നോക്കിയതാണ്. റിപ്പയർസ് കൊടുക്കുമ്പം ഗുഡ്സ് റീപർസിസ്ഡ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് എന്നാണ്. റിപ്പയർസ് എത്രയാണ്? 300. ഓക്കെ. പിന്നെ നമുക്ക് സെയിൽ നടത്തിയിട്ടുണ്ട്, അതിൻ്റെ എൻട്രി ഉണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഗുഡ്സ് റീപർസിസ്ഡ് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ ഗുഡ്സ് റീപർസിസ്ഡ് അക്കൗണ്ട് നമ്മൾ എന്തെഴുതും? ബൈ ക്യാഷ് ബ്രാക്കറ്റിൽ സെയിൽസ് 15,350. ദെൻ ബാലൻസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, വിച്ച് ഈസ് 3,325. അത്രയാണ് ഫുൾ കംപ്ലീറ്റ് റീപൊസിഷൻ്റെ ഒരു എൻട്രി ഒരു പ്രോബ്ലം വരുന്നത്. സെക്കൻഡ് ആണ് പാർഷ്യൽ റീപൊസിഷൻ. പാർഷ്യൽ റീപൊസിഷൻ എന്ന് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ പിടിച്ചെടുക്കത്തില്ല, പക്ഷേ അതിൻ്റെ ഒരു പകുതി നമ്മൾ പിടിച്ചെടുക്കും. തിയറി ഞാൻ പറഞ്ഞ് ഒത്തിരി വലിച്ച് നീട്ടുന്നില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് ഇല്ലുസ്ട്രേഷനിലേക്ക് പോകാം. ഇല്ലുസ്ട്രേഷൻ 2 ആണ്. Janani distributors sold 3 light commercial vans to Jain Enterprises on January 1st, 2017 on hire purchase system. Okay, അപ്പം ജനനി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓണേഴ്സ് ആണ്, അവരാണ് സോൾഡ് ചെയ്തത്. 3 വാൻസ് നമ്മൾ വിറ്റിട്ടുണ്ട്. ഓക്കെ, ഓൺ ഹയർ പർച്ചേസ് സിസ്റ്റം. ദ പ്രൈസ് ഓഫ് ഈച്ച് വാൻ വാസ് 90,000. ഒരു വാനിൻ്റെ വില എന്ന് പറഞ്ഞാൽ 90,000 ആണ്. പേയ്മെൻറ്റ് ഓഫ് വിച്ച് ഫാസ്റ്റ് ടു ബി മെയ്ഡ് ആസ് ഫോളോസ്. ₹30,000 ആസ് ഡൗൺ പേയ്മെൻറ്റ് ഫോർ ഈച്ച് വൺ. ഓരോ വാനും ശ്രദ്ധിച്ച് കേൾക്കണേ, കുറച്ച് കൺഫ്യൂഷൻസ് ഇതിനകത്ത് വരാൻ ചാൻസ് ഉണ്ട്. ഇതിനകത്ത് ആവശ്യത്തിനുള്ള സ്റ്റെപ്സും കാര്യങ്ങളും ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കണം. ഓക്കെ, അതായത് ₹30,000 ആസ് ഡൗൺ പേയ്മെൻറ്റ് ഫോർ ഈച്ച് വാൻ. ഓരോ വാനിനും മൊത്തം 3 വാനാണ്. അപ്പോൾ അതിന് 30,000 നമ്മൾ എന്ത് കൊടുക്കണം? ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കണം. Then remaining amounts in 3 equal installment along with interest 15%. ബാക്കിയുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം?
15% ഇൻട്രസ്റ്റും കൂടെ ചേർത്തിട്ട് 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റിമൈനിങ് എമൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മളത് കണ്ടുപിടിക്കണം. അതായത് മൊത്തം എത്രയാണ്, ഒരു വാനിൻ്റെ വില എത്രയാണ്? 90,000 ആണല്ലോ. അപ്പോൾ 3 വാനിനും കൂടെ എത്ര രൂപയാകും? 90,000 × 3 2,70,000 ആവും അല്ലേ. അപ്പോൾ ഈ 2,70,000 നിന്ന് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് 30,000 ആണ് ഡൗൺ പേയ്മെൻറ്റ്. അപ്പോൾ 3 വാൻസിനും കൂടെ 30,000 30,000 30,000 അങ്ങനെ മൊത്തം 90,000 അങ്ങ് പോവും. അപ്പോൾ പിന്നെ നമുക്ക് ബാക്കി എത്രയേ ഉള്ളൂ? 1,80,000 നമുക്ക് റിമൈനിങ് വരുന്നുള്ളൂ. ആ 1,80,000 ആണ് 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട്. അതിൻ്റെ കാൽക്കുലേഷൻ അപ്പുറത്ത് പറയുന്നുണ്ട്, ഞാനപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബാക്കി നോക്കാം ക്വസ്റ്റ്യൻ്റെ. ജെയിൻ എൻ്റർപ്രൈസസ് വെയർ ചാർജിങ് ഡിപ്രീസിയേഷൻ അറ്റ് 20% ഈച്ച് ഇയർ ഓൺ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നുണ്ട് 20% ആണ് എല്ലാ വർഷവും. ആഫ്റ്റർ പേയ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഓൺ December 31, 2017 ദേ കുഡ് നോട്ട് പേ ഫർദർ ഇൻസ്റ്റാൾമെൻറ്റ്. അതായത് ആദ്യത്തെ വർഷം ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് നടത്തത് 2017 അതിനുശേഷം അവർ ഇൻസ്റ്റാൾമെൻ്റ് ഒന്നും പിന്നെ അവർ അടച്ചിട്ടില്ല. അതായത് ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് മാത്രമേ അവർ അടച്ചിട്ടുള്ളൂ, അടുത്ത 2 അടച്ചിട്ടില്ല. ഇറ്റ് വാസ് എഗ്രീഡ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ഫോർ റീപൊസിഷൻ ഓഫ് 2 വാൻസ് അഡ്ജസ്റ്റിംഗ് ദ വാല്യൂ എഗെയിൻസ്റ്റ് ദ എമൗണ്ട് ഡ്യൂ. അപ്പോൾ എന്ത് ചെയ്തു? മൊത്തം 3 വാൻസ് അല്ലേ അവർ വാങ്ങിച്ചു, അതിൽ 2 വാൻസ് ഓണർ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ കംപ്ലീറ്റ് അല്ല, ഇത് പാർഷ്യൽ റീപൊസിഷനാണ്. അപ്പം 3 വാൻസ് വാങ്ങിച്ചതിൽ ഇൻസ്റ്റാൾമെൻറ്റ് ഡിഫോൾട്ട് ആക്കിയത് കൊണ്ട് 2 വാൻസ് ആരെടുക്കുന്നു? നമ്മുടെ ഓണർ പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നു. ബാക്കി 1 വാൻ മാത്രമേ ഇവരുടെ പിന്നെ കൊടുത്തുള്ളൂ. ഓക്കെ ആണോ? ഫോർ ദ പേർപ്പസ് ഓഫ് റീപൊസിഷൻ ഡിപ്രീസിയേഷൻ അറ്റ് 30% വാസ് ചാർജ്ഡ്. ഡിപ്രീസിയേഷൻ 30% ചാർജ് ചെയ്തു. റീപൊസസ്ഡ് ഗുഡ്സ് വെയർ റിപ്പയർസ് അറ്റ് എ കോസ്റ്റ് ഓഫ് 2,000. നമ്മൾ പിടിച്ചെടുത്ത ഗുഡ്സ് അതിന് റിപ്പയർ ഉണ്ടായിരുന്നു 2,000 ആണ്. ആൻഡ് ദെൻ വെയർ സോൾഡ് ₹92,000. അത് പിന്നെ എത്ര രൂപയ്ക്ക് വിറ്റു? 92,000 നമ്മൾ വിറ്റു. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് റീപൊസസ്ഡ് സ്റ്റോക്ക് ആൻഡ് ഷോ നെസസറി അക്കൗണ്ട്സ് ആണ് ക്വസ്റ്റ്യൻ. അതിന് മുന്നേ ആയിട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് കാൽക്കുലേഷൻസ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് അക്കൗണ്ട്സ് നോക്കാം. കാൽക്കുലേഷൻ ഓഫ് ദി വാല്യൂ ഓഫ് റീപൊസസ്ഡ് അസറ്റ്സ്. കോസ്റ്റ് ഓഫ് ടു വാൻസ്, അതായത് 2 വാൻസ് അല്ലേ അവർ എടുത്തുകൊണ്ട് പോകുന്നത്, 2 വാൻസ്. അപ്പോൾ 90,000 × 2. ഒരു വാൻ്റെ വില 90,000 ആണ്. 90,000 × 1,80,000. അപ്പോൾ ഈ 1,80,000 ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും എന്താണ് ഇൻട്രസ്റ്റ് കൊടുക്കണം? ഡിപ്രീസിയേഷൻ ഉണ്ടല്ലോ, 30% ആണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. 2 ഡിപ്രീസിയേഷൻ്റെ കാര്യം ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട്. ഒരു 20%, ഒരു 30%. ആദ്യം പറഞ്ഞ 20% എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കയ്യിലുള്ള വാനിന് ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷനാണ്. പക്ഷേ പിന്നെ പറഞ്ഞ 30,000 വെച്ചാൽ അവർ ഏറ്റെടുത്തതിന് ശേഷം ബാക്കി 2 വാൻസും എടുത്തുകൊണ്ട് പോയതിന് ശേഷം അവർ 30% ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തു എന്നാണ്. അപ്പം ഫസ്റ്റ് ഇയറിൽ ഈ 1,80,000 30% എന്ന് പറയുമ്പോൾ 54,000 വരും. ഓക്കെ, ദെൻ സെക്കൻഡ് ഇയറിൽ ആ 1,80,000 നിന്ന് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. 1,80,000 ആ 54,000, അതായത് കഴിഞ്ഞ വർഷത്തെ ഡിപ്രീസിയേഷൻ എത്രയാണ്? 54,000. അത് കഴിഞ്ഞതിന് ശേഷമുള്ള എമൗണ്ടിൽ 30% ചാർജ് ചെയ്യണം. അപ്പോൾ വരുന്നത്, അതായത് 1,80,000 മൈനസ് 54,000 വരുന്നത് 1,26,000 ആണ്. അതിൻ്റെ 30% എടുക്കുമ്പോൾ നമുക്ക് 37,800 വരും. അപ്പം അത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് കോസ്റ്റിൽ നിന്ന് കുറയ്ക്കണം. രണ്ട് വാനിൻ്റെ 2 വർഷത്തെ ഡിപ്രീസിയേഷൻ കോസ്റ്റിൽ നിന്ന് റെഡ്യൂസ് ചെയ്യുമ്പം വാല്യൂ ഓഫ് റീപൊസസ്ഡ് സ്റ്റോക്ക് നമുക്ക് കിട്ടും. എത്രയാണ്? 88,200. അതായത് ഇപ്പം അവർ പിടിച്ചെടുത്ത ആ ഒരു വാൻസിൻ്റെ വാല്യൂ 88,200 ആണ്. ദെൻ ലോസ് ഓൺ റീപൊസഷൻ. ആക്ച്വലി ഒരു വാനിൻ്റെ വില എത്ര ആയിരുന്നു? 90,000. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് എത്ര വരണം? 2 വാൻസിനും കൂടെ 1,80,000 വരണം അല്ലേ? പക്ഷേ നമുക്ക് ഫസ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ, അതായത് 1,80,000 × 20/100 36,000. സെക്കൻഡ് ഇയറിലത് 1,80,000 നിന്ന് കഴിഞ്ഞ വർഷത്തെ കുറയ്ക്കണം. ഇവിടെ എടുക്കുന്നത് അവരുടെ കയ്യിലുള്ള വാൻസ് ആണ്, 30 വാനിൻ്റെ ഡിപ്രീസിയേഷനാണ്. 1,80,000 മൈനസ് 36,000 × 20/100 28,800. അപ്പോൾ അത് എത്ര വരും? 64,800 വരും. ദെൻ ഡിപ്രീഷിയേറ്റഡ് വാല്യൂ ഓഫ് 2 വാൻസ് 1,15,200 വരും.
ഓക്കെ ആണോ? ദെൻ വാല്യൂ ഓഫ് 2 vans ഹയർ അറ്റ് ഹയർ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഫോർ റീപ്പ്. അതായത് നമ്മൾ മേളിൽ കണ്ടുപിടിച്ചപ്പം അതിൻ്റെ വാല്യൂ ഓഫ് റീപ്രൊസസ്ഡ് എത്ര വന്നു? 88,200. ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 88,200 ആണ്. പക്ഷേ ഡിപ്രീഷിയേറ്റഡ് എത്രയാണ്? 1,15,200 ആണ്. അപ്പോൾ നമുക്ക് എന്താ ലോസ് ആണ് വരുന്നത്? ലോസ് ഓൺ റീപൊസിഷൻ 27,000. ഇത്രയും കാൽക്കുലേഷനാണ് ഇതിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഓരോ അക്കൗണ്ടായിട്ട് നോക്കാം. ഞാൻ ലാസ്റ്റല്ല ജനനി ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ അടുത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നോക്കിക്കേ, ജനനി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് വെച്ചാൽ സെല്ലറാണ് അല്ലേ, അവരാണ് സെല്ല് ചെയ്തത്. അപ്പോൾ നോക്കിക്കേ, 2017 January 1st ടു സെയിൽസ് എത്ര രൂപയുടെയാണ്? 2,70,000. എങ്ങനെയാണ് 2,70,000 വന്നതെന്ന് മനസ്സിലായല്ലോ. 90,000 × 3. ഒരു വാനിൻ്റെ വില 90,000 ആണ്. അങ്ങനത്തെ 3 എണ്ണമാണ് വിറ്റത്. സോ 90,000 × 3 2,70,000. ദെൻ December 31st അവർക്ക് ഡൗൺ പേയ്മെൻറ്റ് കിട്ടി. എത്ര രൂപ കിട്ടി? ഡൗൺ പേയ്മെൻറ്റ് 30,000 ആണ്. അപ്പോൾ 3 വാനിൻ്റെ ഡൗൺ പേയ്മെൻറ്റ് അവർക്ക് കിട്ടിയല്ലോ. സോ 30,000 × 3 അങ്ങനെയാണ് 90,000 അവിടെ വന്നത്. അതിൻ്റെ ബ്രാക്കറ്റിൽ കാണിച്ചേക്കണം കേട്ടോ. 30,000 × 3 90,000. ദെൻ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും അവർക്ക് കിട്ടി ബൈ ബാങ്ക് 87,000. ഈ 87,000 എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് എത്രയാണ്? 30,000 അല്ലേ. ഈ 30,000 ഒരു വാനിൻ്റെ അല്ലല്ലോ, 3 വാനിനും കൂടെ ചേർത്തിട്ടല്ലേ നമ്മൾ 30,000. അപ്പം എത്ര രൂപയാകും? ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുന്നത് എത്ര? റിമൈനിങ് എത്രയുണ്ടായിരുന്നു? 1,80,000 ആണ് റിമൈനിങ് വന്നത്. അതായത് ടോട്ടൽ 2,70,000. അതിനകത്തുനിന്ന് ആദ്യത്തെ എമൗണ്ട് നമ്മൾ ആദ്യത്തെ 3 വാനിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ കൊടുത്തത് 90,000 ആണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ 2,70,000 മൈനസ് 90,000 എത്ര വരും? 18,000 വരും. ആ 18,000 ആണ് റിമൈനിങ് എമൗണ്ട്. അതിന് 3 ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണ്? 60,000 അല്ലേ. 60,000 ആണ്. സോ ആ 60,000 പ്ലസ് അതിൻ്റെ ഇൻട്രസ്റ്റും കൂടെ ചാർജ് ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അതിൻ്റെ കാൽക്കുലേഷൻ ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്, അതായത് 1,80,000 കിട്ടി. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ടോട്ടൽ 3 വാൻസിനും കൂടെ 2,70,000 ആണ്. അതിനകത്തുനിന്ന് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് 3 എണ്ണത്തിനെയും കൂടെ ഇൻസ്റ്റാൾമെൻറ്റ് മാറ്റുമ്പോൾ 90,000 വരും. അത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വാല്യൂ എത്രയാണ്? 1,80,000 ആണ്. സോ 1,80,000 × 15/100 ആണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. 1,80,000 × 15/100 27,000. അപ്പോൾ ബൈ ബാങ്ക് എഴുതുമ്പം ആക്ച്വലി ഉള്ള ഇൻസ്റ്റാൾമെൻ്റ് ആയി 60,000 പ്ലസ് ഇൻട്രസ്റ്റ് എത്രയായി? 27 കൂടെ ചേർത്തിട്ട് ടോട്ടൽ 87,000 ആണ് ബൈ ബാങ്കിലേക്ക് നമ്മൾ അടയ്ക്കാനായിട്ട്. 87,000. ഓക്കെ, ഇപ്പോൾ വീണ്ടും റിപ്പീറ്റ് അടിച്ച് കേൾക്കണേ കാൽക്കുലേഷൻസ്. ദെൻ രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുക. ബൈ ബാലൻസ് ക്യാരി ഡൗൺ നമുക്ക് 1,20,000 കിട്ടും. ക്യാരി ഡൗൺ കിട്ടുന്നത് ബ്രോ ഡൗൺ ചെയ്യുക നെക്സ്റ്റ് ഇയറിലേക്ക് 2018 January 1 ടു ബാലൻസ് ബ്രോ ഡൗൺ 1,20,000. ഓക്കെ, അപ്പം ആ ഒറ്റ തവണത്തെ ഇൻസ്റ്റാൾമെൻറ്റേ നമ്മൾ അടച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ എമൗണ്ട് ഒന്നും അടച്ചിട്ടില്ല. ഇൻട്രസ്റ്റ് പക്ഷേ കാൽക്കുലേറ്റ് ചെയ്യണം. ടു ഇൻട്രസ്റ്റ് 1,20,000 × 15/100 18,000. Then buy goods repossessed account. ഈ 88,200ൻ്റെ കാൽക്കുലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ആ എമൗണ്ട് ആണ് ഇവിടെ വരുന്നത് 88,200. ദെൻ രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുന്നു. ബൈ ബാലൻസ് ക്യാരി ഡൗൺ 49,800. ക്യാരി ഡൗൺ ചെയ്ത് ബ്രോ ഡൗൺ ചെയ്യുന്നു നെക്സ്റ്റ് ഇയറിലേക്ക് 48,800. അപ്പോൾ അവരാണ് സോൾഡ് ചെയ്ത്, അവർ ഓണേഴ്സാണ്. അപ്പോൾ അവർക്ക് പൈസ കിട്ടും. ടു ബാങ്ക് ഡൗൺ പേയ്മെൻറ്റ് എത്രയാണ്? 30,000 ആണ് ഡൗൺ പേയ്മെൻറ്റ്. 3 എണ്ണത്തിനും കൂടെ ചേർത്ത് 90,000 കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ടോട്ടൽ എത്രയാണ്? ഒരെണ്ണത്തിൻ്റെ മാത്രമാണ് 90,000. അങ്ങനെയാണെങ്കിൽ ഒരു വാനിൻ്റെ വില 90,000. 3 എണ്ണത്തിനും കൂടെ 90,000 × 3 2,70,000. ആ 2,70,000ൻ്റെ ബ്രാക്കറ്റിൽ 90,000 × 3 എന്നൊന്ന് കാണിച്ചേക്കണേ. ദെൻ ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടുകയാണ്. ബൈ ബാങ്ക് ഫസ്റ്റ് അതാണ്ട് അവിടെ കാൽക്കുലേഷൻ കൊടുത്തിട്ടുണ്ട് ക്ലിയർ ആയിട്ട്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കാൽക്കുലേഷൻ 60,000 കിട്ടിയതിൻ്റെ കാൽക്കുലേഷൻ ഞാൻ മുമ്പേ പറഞ്ഞാണ്. 60,000 പ്ലസ് ഇൻട്രസ്റ്റ് 27,000 ടോട്ടൽ 87,000. ബൈ ഇൻട്രസ്റ്റ് 1,80,000 × 15/100 27,000. ക്യാരി ഡൗൺ 1,20,000. ബ്രോ ഡൗൺ സെയിം എമൗണ്ട് 1,20,000. Again to light commercial ones അപ്പുറത്ത് കാൽക്കുലേഷൻ ഉണ്ട് 88,200. ദെൻ അതിൻ്റെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. 1,20,000 × 15/100
ടോട്ടൽ ചെയ്യുന്നു. ബൈ ബാലൻസ് ക്യാരി ഡൗൺ 49,800. ക്യാരി ഡൗൺ വരുന്ന എമൗണ്ട് നമ്മൾ ബ്രോ ഡൗണും ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. അടുത്തത് ലൈറ്റ് കൊമേഴ്ഷ്യൽ വാൻസ് അക്കൗണ്ട്. കൊമേഴ്ഷ്യൽ വാൻസിൻ്റെ അക്കൗണ്ടാണ്. ഇവിടെയാണ് നമ്മൾ ഡിപ്രീസിയേഷനൊക്കെ കാണിക്കേണ്ടത്. ടു ജനറൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് 90,000 × 3. ഒരു വാനിൻ്റെ വില 90,000, 3 എണ്ണത്തിന് 2,70,000. ഇതിന് ഡിപ്രീസിയേഷൻ ചാർജ് ആണ് 20% ആണ്. ബൈ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് 2,70,000 × 20/100 54,000. ക്യാരി ഡൗൺ വരുന്നത് 2,16,000. ബ്രോ ഡൗൺ വരുന്നതും 2,16,000. ഇനി ഡിപ്രീസിയേഷൻ ചാർജാണ്. ഈ 2,16,000 20% ആണ് 43,200. ദെൻ ബൈ ജനറൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അവിടെ വാല്യൂ ഓഫ് 2 വാൻസ് ഓൺ റീപൊസിഷൻ അപ്പുറത്ത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കാൽക്കുലേഷനിൽ 88,200. ദെൻ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് ഇത് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് 27,000. കാൽക്കുലേറ്റ് വർക്കിംഗ് നോട്ട് നോക്കിയാൽ മതി. ദെൻ ബൈ ബാലൻസ് ക്യാരി ഡൗൺ 57,600. ക്യാരി ഡൗൺ എമൗണ്ട് നമ്മൾ ബ്രോ ഡൗൺ ചെയ്യുന്നു 57,600. ദെൻ ലാസ്റ്റ് റീപൊസിഷൻ അക്കൗണ്ടും കൂടെ ഒന്ന് നോക്കിയേക്കാം. ഗുഡ്സ് റീപൊസിസ്ഡ് അക്കൗണ്ട്, അതായത് ടു ജെയിൻ എൻ്റർപ്രൈസസ് കാൽക്കുലേഷൻ അവിടെ ഉണ്ട് 88,200. ടു ക്യാഷ് നമുക്ക് റിപ്പയർസ് ആയിട്ടുണ്ട്. എത്രയാണ്? 2,000. ഓക്കെ.